നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒരു മാലിന്യക്കൂന പോലുമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി എം പി രാജേഷ്. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണ മാലിന്യ സംസ്കരണശാല ആധുനികവൽക്കരിച്ചത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ ഉദ്ഘാടനത്തിന് മുന്നേ പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് അഴിമതി ആരോപണം ഉന്നയിച്ച് BJP മാർച്ച്. കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് നേതാക്കൾ. മണ്ണാർക്കാട് പൂക്കൂത്ത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദം. അധികം വിരിച്ച കട്ടകൾ എടുത്തുമാറ്റാൻ ആരെയും അനുവദിക്കില്ലെന്ന് CPM ലോക്കൽ കമ്മിറ്റി. നഗരസഭാ ചെയർമാൻ വ്യക്തിവിരോധം ഉപേക്ഷിച്ച് റോഡ് വികസനം പൂർത്തിയാക്കണമെന്ന് നേതാക്കൾ. കലയും സാഹിത്യവും ലഹരിയാക്കി മാറ്റാൻ സമൂഹത്തിന് കഴിയണമെന്ന് എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. മനുഷ്യവംശത്തെ മാനവികമായി മുന്നോട്ട് നയിക്കാൻ സർഗലഹരിക്ക് മാത്രമേ കഴിയൂ എന്നും ലീലാകൃഷ്ണൻ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും കുരിശിന്റെ വഴിയും നടന്നു. വാർത്തകളിലേക്ക് വിശദമായി. ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒരു മാലിന്യക്കൂന പോലുമില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി എം പി രാജേഷ്. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണ മാലിന്യ സംസ്കരണശാലയിലെ ആധുനികവൽക്കരണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യം തള്ളിക്കിടന്ന സ്ഥലങ്ങൾ 56 ഏക്കർ ഭൂമിയുണ്ട്. 34 ബയോമൈനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊല്ലം കൂടി കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒരു മാലിന്യക്കൂന പോലുമില്ലാത്ത, ഡംപ് സൈറ്റ് പോലുമില്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറും. ഒരു കൊല്ലം കൂടി കഴിയും. ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ പലരും കളിയാക്കുകയും ട്രോളുകൾ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഈ വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ അവിടെ വെച്ച് കൊടി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ മുഴുവൻ ശുചിയാക്കാനുള്ള അവസരമാക്കി മാറ്റി, വൃത്തിയാക്കാനുള്ള അവസരമാക്കി മാറ്റി. ഒരു കാര്യം കൂടി പറഞ്ഞു, ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റി. ഭയങ്കര പരിഹാസം. എന്തൊരു തള്ളാണ് ഈ മന്ത്രി തള്ളുന്നത് എന്നാണ് നമ്മൾ പലരും കളിയാക്കിയത്. ട്രോളോട് ട്രോളായി 2 കൊല്ലം തികഞ്ഞതേ ഉള്ളൂ. അക്ഷരാർത്ഥത്തിൽ ബ്രഹ്മപുരത്ത് മാലിന്യമല, ആകാശമുട്ട ഉയരത്തിലുണ്ടായിരുന്ന മാലിന്യമലയുടെ സ്ഥാനത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ ചിത്രം നിങ്ങൾ TV കണ്ടിട്ടുണ്ടാകും. പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാലയിലെ ആധുനികവൽക്കരണവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും സ്വിച്ച് ഓൺ ചെയ്തും ബാഡ്മിന്റൺ കളിച്ചും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. K. പ്രേംകുമാർ MLA അധ്യക്ഷനായി. മനസ്സോടിത്തിരി മണ്ണ പദ്ധതിയുടെ ഭാഗമായി സ്ഥലം നൽകിയ പ്രേമവത്സരയെയും മുഹമ്മദ് ഷംസുദ്ദീനെയും ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി, വൈസ് ചെയർമാൻ K. രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ K. അബ്ദുൾ നാസർ, T. ലത, നഗരസഭാ സെക്രട്ടറി AS പ്രദീപ്, മുനിസിപ്പൽ എഞ്ചിനീയർ T. ജയപ്രകാശ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കീഴിലുള്ള പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പനമണ്ണ വട്ടനാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ട്രെഞ്ചിങ് ഗ്രൗണ്ട് റോഡിൽ വെച്ച് പോലീസ് തടഞ്ഞു. തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് നടന്ന യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കൺകെട്ട് വിദ്യയുമായിട്ടാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടുണ്ട്. എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. കുറെ അമ്മമാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നു. MP രാജേഷിന്റെ മുമ്പിൽ അണിനിർത്തുന്ന അമ്മമാരെ അണിനിർത്തുമ്പോൾ എന്തിനാണ് MP രാജേഷ് ഇവിടെ വരുന്നത്? ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വല്ല കാര്യമുണ്ട്? ഇവിടെ പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ പൂന്തോട്ടത്തിന്റെ അടിയിൽ കിടക്കുന്നത് മണ്ണല്ല, പ്ലാസ്റ്റിക്കാണ്. അമ്മമാര് ആ പ്ലാസ്റ്റിക് നീക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ജൈവ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഭരിച്ച ഇടതുപക്ഷം, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി,
ഇവിടെ 3 കരാർ കൊടുത്തു. അത് 2 ഘട്ട കരാറിലൂടെ ഏകദേശം 6 കോടി രൂപയോളം ചെലവഴിച്ചു കഴിഞ്ഞു. MCK കുട്ടി അസോസിയേറ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാണ് കരാർ കൊടുത്തത്. ഈ MCK കുട്ടി അസോസിയേറ്റിന് അംഗീകാരമുണ്ടോ? ഈ പ്രവൃത്തി ചെയ്യാൻ യാതൊരു അംഗീകാരമില്ലാത്ത കമ്പനിക്കാണ് അവര് അതിന്റെ ചുമതലപ്പെടുത്തിയത്. അവര് ചെയ്തത് ഇവിടെ ആരും ചെന്ന് നോക്കില്ലല്ലോ. ഈ ട്രെഞ്ച് ഗ്രൗണ്ടിൽ ചെന്ന് അവിടെ പ്ലാസ്റ്റിക് മാലിന്യം മാറ്റി ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് മാലിന്യവും അവിടെ ഇട്ട് അതിന്റെ മേലെ മണ്ണും മൂടി. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി ടി ശങ്കരൻകുട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ EP നന്ദകുമാർ, P സത്യഭാമ, KV ജയൻ, P രഞ്ജിത്ത്, K പ്രമോദ് കുമാർ, S സ്വരൂപ്, P കൃഷ്ണകുമാർ, AP പ്രസാദ്, P ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. യോഗത്തിനു ശേഷം റോഡ് ഉപരോധിച്ചതിന് നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം പ്രതിഷേധ പരിപാടിയിലോ പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാലയിലെ ഉദ്ഘാടന ചടങ്ങിലോ BJP കൗൺസിലർമാർ ആരും പങ്കെടുത്തില്ല. മണ്ണാർക്കാട് നഗരസഭയിൽ മുണ്ടേക്കരാട് പൂക്കൂത്ത് റോഡിൽ വിരിച്ച കട്ടകൾ എടുത്തു മാറ്റാൻ ആരെയും അനുവദിക്കില്ലെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി. നഗരസഭാ ചെയർമാൻ വ്യക്തിവിരോധം ഉപേക്ഷിച്ച് റോഡ് വികസനം പൂർത്തിയാക്കണമെന്നും വിവാദ റോഡ് സന്ദർശിച്ച ശേഷം നേതാക്കൾ പറഞ്ഞു. ഒരു കട്ട അല്ലെങ്കിൽ ഒരു ഇൻ്റർലോക്ക് ഇതിൻ്റെ മുമ്പിൽ നിന്ന് എടുക്കാൻ ഇവിടുത്തെ പാർട്ടിയും സമ്മതിക്കില്ല എന്ന് ഈ സമയത്ത് നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ നാടിലെ വികസനത്തിൻ്റെ കൂടെയാണ്. ഈ 4.5 കൊല്ലം LDFിൻ്റെ ഒരു കൗൺസിലർമാരും ഒരു പ്രദേശത്തും വികസനത്തിനെതിരായി നിൽക്കണോ എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? പൂക്കുത്ത് റോഡിൽ അനുമതി നൽകിയതിനേക്കാൾ കൂടുതൽ ഭാഗത്ത് വിരിച്ച കട്ടകൾ പൊളിച്ചുമാറ്റണമെന്ന് നഗരസഭാ അധികൃതർ കരാറുകാരന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് വിരിച്ച കട്ടകൾ എടുക്കുന്നത് നാട്ടുകാർ തടഞ്ഞിരുന്നു. മുണ്ടേക്കരാട് പള്ളി റോഡിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പൂക്കുത്ത് റോഡിൻ്റെ ആകെ നീളം 59 മീറ്ററാണ്. 59 മീറ്ററിൽ 46 മീറ്റർ വരെ കട്ട പതിക്കാനാണ് തുക അനുവദിച്ചതെന്നും നഗരസഭാ അധികൃതരും കരാറുകാരും അറിയിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 59 മീറ്ററും കട്ട വിരിച്ചു. അധികം വിരിച്ച 13 മീറ്റർ ഭാഗത്തെ കട്ട എടുത്തുമാറ്റണമെന്ന നിർബന്ധത്തിലാണ് നഗരസഭ. ഇതിനെതിരെയാണ് CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി രംഗത്തെത്തിയത്. നഗരസഭാ അധ്യക്ഷൻ വ്യക്തിവിരോധം ഉപേക്ഷിച്ച് നാടിൻ്റെ വികസനം സാധ്യമാക്കണമെന്ന് നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവും ഏരിയ കമ്മിറ്റി അംഗവുമായ TR സെബാസ്റ്റ്യൻ പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി പൂർണ്ണതയിലെത്തിക്കാൻ അനുവദിച്ച തുക തികയില്ലെങ്കിൽ 50,000 രൂപ വരെ അനുവദിക്കാൻ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചതാണ്. 13 മീറ്റർ കൂടി കട്ട വിരിക്കാനുള്ള തുക നഗരസഭയ്ക്ക് അനുവദിക്കാനാകുമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. മുണ്ടേക്കാരാട് പ്രദേശത്ത് പൂക്കുത്ത് റോഡ് എന്ന പേരിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. ആ നിർമ്മാണ പ്രവൃത്തിയിൽ 2.5 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മണ്ണാർക്കാട് നഗരസഭയിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ സംഖ്യ മുടക്കിയാൽ അത് പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനും, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പൈസ കൂടി കൊടുത്തുകൊണ്ട് 50,000-ൽ താഴെ വരുന്ന സംഖ്യ കൊടുത്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഏത് പ്രവൃത്തി ഏത് വാർഡിലുണ്ടായാലും നിർവഹിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ തന്നെ നിർദ്ദേശം നൽകി കൗൺസിൽ ഏകകണ്ഠമായി അനുവദിച്ച ഒരു തീരുമാനം നിലനിൽക്കെ ഇവിടെ ഏതാനും പ്രദേശം കുറഞ്ഞ സംഖ്യ കൂടി ചേർത്ത് പണി ചെയ്താൽ വളരെ വൃത്തിയാകാവുന്ന ഒരു പ്രവൃത്തിയെ ഇടയിൽ വെച്ച് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, പണിതത് കൂടി എടുത്തിട്ട് പോവുകയും ഒരു അടുത്ത വർഷത്തെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുമെന്ന രൂപത്തിൽ അപഹാസ്യമായ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കുറ്റകരമാണ്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ തെറ്റ് തിരുത്താൻ പൊതുപ്രവർത്തകർക്കൊക്കെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടത്തിന് അപ്പുറത്ത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ റോഡ് പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. പോലീസിനെയും നഗരസഭാ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് റോഡ് വികസനം മുടക്കാനാണ് ശ്രമമെങ്കിൽ അത് ലോക്കൽ കമ്മിറ്റി തടയുമെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൗൺസിലറുമായ K മൻസൂർ പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദി നഗരസഭാ അധ്യക്ഷനാകുമെന്നും മൻസൂർ പറഞ്ഞു. ഓരോ വർഷത്തിൽ ഈ പ്രദേശത്തേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇവിടേക്ക് മാത്രം നഗരസഭയുടെ വകയിരുത്തുന്നത് ചെയർമാൻ. അയാളുടെ ധിക്കാരപരമായ സമീപനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഭൂരിപക്ഷം നോക്കിക്കൊണ്ട് എവിടെയാണ് ഇത് ചെലവഴിച്ചു എന്ന് പരിശോധിച്ചാൽ അതിനൊരു തലയുമില്ലാത്ത രൂപത്തിലാണ്
കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ അവസാനം ഇവരാരൊക്കെ എടുത്ത തീരുമാനമെന്ന് പറയുന്നത് 19-ാം തീയതി പോലീസിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ റോഡ് പണി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, അഥവാ നാളെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ വികസനത്തിൻ്റെ കൂടെയാണുള്ളത്. പോലീസിനെ കണ്ട് അല്ലെങ്കിൽ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ആരും തുള്ളേണ്ടതില്ല. അത്രയ്ക്ക് വിവരമില്ലാത്ത പോലീസല്ല മണ്ണാർക്കാടുള്ളത്. അങ്ങനെ ഏതെങ്കിലും വിവരമില്ലാത്ത പോലീസുകാരുണ്ടെങ്കിൽ നാളെ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കാൻ ആരെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും LDFൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾ ഈ വികസനം പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ബ്രാഞ്ച് സെക്രട്ടറിമാരായ പി രാമചന്ദ്രൻ, CK റഹീം, പൊതുപ്രവർത്തകൻ ജലീൽ, ചീരത്തടയൻ, അബ്ദുൾ നൌഫൽ എന്നിവരും നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. കലയും സാഹിത്യവും ലഹരിയാക്കുന്ന മനുഷ്യരാണ് വർത്തമാനകാലത്തെ പ്രതീക്ഷയെന്ന് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. ശ്രീകൃഷ്ണപുരം സർഗലയയുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മനുഷ്യവംശത്തെ മാനവികമായി മുന്നോട്ട് നയിക്കാൻ സർഗലഹരിക്ക് മാത്രമേ കഴിയൂവെന്നും ഈ ലഹരിയാണ് നമ്മൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകേണ്ടതെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. വാക്കുകൊണ്ടൊരു മനുഷ്യന് പ്രചോദനം നൽകാൻ പറ്റുമെങ്കിൽ അത് ചെയ്യേണ്ട ചുമതല വാക്കുകൊണ്ട് നടക്കുന്ന ആളുകൾക്കുണ്ട്. ആ നിലയ്ക്കാണ് ഞാനിത് ചെയ്യുന്നത്. ദീർഘമായി പ്രസംഗിക്കാനല്ല. ഇപ്പോൾ ഇന്ന് പ്രകാശിപ്പിച്ച പുസ്തകമാണ് ഒരു തുള്ളി മഷി. ഇത് ഒരു തുള്ളി മഷിയാണ്. ഒരു തുള്ളി മഷി ഞാൻ നിനക്ക് തരുന്നു, മകരന്തം തരുന്നത് പോലെ എന്നാണ്. കുട്ടിക്കാലത്തൊക്കെ ഓർമ്മ കേട്ടോ, പേനയിൽ മഷിയില്ലെങ്കിൽ മഷി ഇങ്ങനെ കുടഞ്ഞിട്ട് പോകും, എന്നിട്ട് ഈ പേന കൊണ്ട് കുടിപ്പിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതറിയില്ല. പഴയ നിമ്പ് ഉണ്ടായിട്ടില്ല, അപ്പം മലർത്തി പിടിച്ചാൽ ഈ കുടഞ്ഞിട്ട തുള്ളി മഷി കുടിക്കാൻ പറ്റും. അപ്പോൾ ഒരു തുള്ളി മകരന്തം തേൻതുള്ളി തരുന്നത് പോലെ ഒരു തുള്ളി മഷി ഞാനിതാ തരുന്നു എന്നാണ് ടീച്ചർ നമ്മളോട് പറയുന്നത്. മനോഹരമായ കവിതകളാണ്. എത്രയോ ദൂരങ്ങൾ, എത്രയോ പാതകൾ, എത്രയോ കാഴ്ചകൾ, എത്രയോ പദങ്ങൾ കടന്നുപോയി. എവിടെ ഞാൻ പോയാലും വിളിക്കുന്നു, തിരികെ വിളിക്കുന്നു. ഈ തച്ചുകൊണ്ട് അദ്ദേഹത്തെ ബാധിച്ച വലിയൊരു അസുഖത്തെ മറികടന്ന് പൂർണ്ണ ആരോഗ്യവാനായി നമ്മുടെ കൂടെ ഇപ്പോഴും ഇനിയും ആരോഗ്യവാനായിട്ട് വരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. അതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണാരോഗ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ശ്രീകൃഷ്ണപുരത്ത് വരും. കാരണം വരുന്നത് അദ്ദേഹത്തെ കാണാനാണ്. ഇങ്ങനെ ഒരു ഇച്ഛാബലം കൊണ്ടൊരു മനുഷ്യൻ. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ദീനക്കിടക്കയിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചത്. അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ആ ആളാണ് ഇപ്പോഴത്തെ നേരം നിങ്ങളോട് സംസാരിച്ചത്. അപ്പം അദ്ദേഹത്തെ ഈ അസുഖങ്ങൾക്കൊക്കെ മീതെ അതെല്ലാം മാറി എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അദ്ദേഹം അതിനൊക്കെ അതിജീവിച്ചു പല ഘട്ടങ്ങളിൽ. ചടങ്ങിൽ ഓമന ടി കരിമ്പുഴയുടെ ഒരു തുള്ളി മഷി എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സർഗലയ പ്രസിഡന്റ് ഉണ്ണി കരിമ്പുഴ അധ്യക്ഷനായി. മുൻ MLA CP മുഹമ്മദ്, P ഹരിഗോവിന്ദൻ, P ഗിരീശൻ, സുരേഷ് തെങ്ങിൻതോട്ടം, K ബാലകൃഷ്ണൻ, PV ശശിധരൻ, C സുരേഷ്, V ഉണ്ണികൃഷ്ണൻ, K വിദ്യാധരൻ എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള തെക്കേതിൽ കൃഷ്ണപൊതുവാൾ സ്മാരക പുരസ്കാരങ്ങൾ വിനീത നെടുങ്ങാടി, പൊന്നു ഏഴക്കാട്, മീര റാംമോഹൻ, സാന്ദ്ര S വാര്യർ എന്നിവർ ഏറ്റുവാങ്ങി. യേശുദേവന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മകൾ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങളും കുരിശിന്റെ വഴിയും നടന്നു. പെരിന്തൽമണ്ണ അൽഫോൺസ ഫെറോന പള്ളിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തു കാൽവരിയിലെ മരക്കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചതിൻ്റെ ത്യാഗസ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ഈ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു.
കുരിശുമരണത്തിൻ്റെ ഓർമ്മ പുതുക്കി കുരിശിൻ്റെ വഴി ശുശ്രൂഷകൾ നടത്തി. പെരിന്തൽമണ്ണ അൽഫോൺസ ഫെറോന പള്ളിയിൽ രാവിലെ 7 മണിയോടെ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു. നഗരം ചുറ്റിയുള്ള കുരിശിൻ്റെ വഴിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ആന്റണി കാരിക്കുന്നേൽ, ഫാദർ നോബിൾ മണ്ണാറത്ത് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച ദുഃഖശനി ആചരിക്കും. ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുന്നതോടെ വിശുദ്ധ വാരാചരണത്തിന് സമാപനമാക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ഇടവേള. വാർത്തകൾ തുടരുന്നു. പട്ടികജാതി ക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന ജില്ലാതല സെമിനാർ ശനിയാഴ്ച പട്ടാമ്പിയിൽ നടക്കും. കെ ശാന്തകുമാരി MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിലാണ് ജില്ലാതല സെമിനാർ നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 5-ന് കൽപ്പകയിൽ നടക്കുന്ന സെമിനാർ സമിതി കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക പ്രവർത്തകൻ ശ്രീചിത്രൻ വിഷയാവതരണം നടത്തും. സംഘപരിവാർ രാജ്യവ്യാപകമായി ന്യൂനപക്ഷ പിന്നോക്ക പട്ടികജാതി ജനവിഭാഗങ്ങളെ സനാതനധർമ്മത്തിന്റെ പേരിൽ വേട്ടയാടുന്ന സാഹചര്യത്തിലാണ് പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യുക തന്നെ വേണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ സെമിനാർ നടത്തുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ ജില്ലാതല സെമിനാർ പട്ടാമ്പിയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സെമിനാർ നാളെ 19-ാം തീയതി 5 മണിക്കാണ് ലിബർട്ടിയിൽ വെച്ച് നടത്തുന്നത്. കൽപ്പകയിൽ വെച്ച് നടത്തുന്നത്. ഇതിൽ ഉയർത്തുന്ന വിഷയം സനാതനം ധർമ്മമോ അധർമ്മമോ എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം വലിയ പുരോഗതി പ്രാപിച്ച സമൂഹമാണ്. വലിയ നീണ്ട പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളം ഈ പുരോഗതി എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ നേടിയ പുരോഗതിയെ പുറകോട്ട് വലിക്കുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അവരുടെ സിൽബന്ധികളും ചേർന്നുകൊണ്ട് ഈ പുരോഗതി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഇത്തരം പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാടിൻ്റെ പുരോഗതി നിലനിർത്തണം, മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നന്മയാഗ്രഹിക്കുന്ന എല്ലാ മനസ്സുകളും ചെറുത്തുനിൽപ്പിന് തയ്യാറാണ്. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് പട്ടികജാതി ക്ഷേമ സമിതി ഇത്തരം ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ചിത്രം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ PKSന്റെ അഖിലേന്ത്യാ നേതാവായിട്ട് ശാന്തകുമാരി MLA പങ്കെടുക്കുന്നു. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ T. ഗോപാലകൃഷ്ണൻ, കൺവീനർ P. ഷൺമുഖൻ, P. ശ്രീനിവാസൻ, EP. ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചവിട്ടുകളിയുടെ താളത്തിനൊത്ത് ചുവടുവെച്ച് 1000-ലധികം വനിതകൾ സ്വന്തമാക്കിയത് ലോക റെക്കോർഡ്. പട്ടാമ്പി മുതുതലയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചുവട് 2025 എന്ന പേരിൽ ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടാനായി സംഘടിപ്പിച്ച മെഗാ ചവിട്ടുകളിയാണ് കാണികൾക്ക് വേറിട്ട ദൃശ്യവിരുന്നായത്. വള്ളുവനാടൻ ഉത്സവപ്പറമ്പുകളിൽ എന്നും ആവേശമാണ് ചവിട്ടുകളി. പാട്ടിൻ്റെ താളത്തിനൊത്ത ചുവടുകളും ഏറ്റുപാട്ടുകളും ചവിട്ടുകളി എന്ന കലാരൂപത്തെ മറ്റ് കലകളിൽ നിന്നും വേറിട്ട് നിർത്തുന്നു. എന്നാൽ 1000-ലധികം വനിതകൾ പങ്കെടുത്ത ചവിട്ടുകളി ഇത് ആദ്യമായാണ് ഒരു വേദിയിൽ നടന്നത്. മുതുതലയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ചുവട് 2025 എന്ന പേരിൽ ടാലന്റ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടാനായി ഇങ്ങനെയൊരു ചവിട്ടുകളി നടത്തിയത്. മുതുതലയിലെ പറക്കാടുള്ള പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിൻ്റെ ARM ഫ്ലഡ് ലൈറ്റ് ടവറിലാണ് 1040 വനിതകൾ ചുവടുവെച്ച ചവിട്ടുകളി സംഘടിപ്പിച്ച് മുതുതലയിലെ കുടുംബശ്രീ പ്രവർത്തകർ ചരിത്രത്തിൽ ഇടം പിടിച്ചത്. അരമണിക്കൂർ നേരം തുടർച്ചയായി ചവിട്ടുകളി നടത്തിയാണ് ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. 11 വയസ്സുള്ള കുട്ടി മുതൽ 79 വയസ്സുവരെയുള്ളവർ മെഗാ ചവിട്ടുകളിയുടെ ഭാഗമായി. ¡Gracias!
വിവിധ വിഭാഗങ്ങളിലായി പാലക്കാട് ജില്ലാ കുടുംബശ്രീ മിഷൻ സ്വന്തമാക്കുന്ന 7ാമത് ലോക റെക്കോർഡ് കൂടിയാണ് ഇത്. പുരുഷന്മാർ അവതരിപ്പിച്ചു വന്നിരുന്ന വള്ളുവനാട്ടിലെ തനത് കലയായ ചവിട്ടുകളിയെ ഇതിലൂടെ കൂടുതൽ ജനകീയമാക്കിയിരിക്കുകയാണ് വനിതകൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുതുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ ചന്ദ്രദാസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PM ഉഷ, ബുഷറ സമദ്, സുബൈദ മുണ്ടുമ്മൽ, പഞ്ചായത്ത് അംഗം CP വനജ, CDS ചെയർപേഴ്സൺ P ഗീത, പഞ്ചായത്ത് സെക്രട്ടറി CP സുരേഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി HK സുനിൽ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ശേഷം ചവിട്ടുകളിയെക്കുറിച്ച് വിലയിരുത്താനെത്തിയ ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ പ്രതിനിധികളിൽ നിന്നും റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയതായുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി, CDS ചെയർപേഴ്സൺ P ഗീത എന്നിവർ ഏറ്റുവാങ്ങി. മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമായിരുന്നു ചവിട്ടുകളി ഇവർ അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തച്ചനാട്ടുകര സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ നിന്നും അലനല്ലൂർ പഞ്ചായത്തിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് നാട്ടുകൽ ഭീമനാട് പാതയോരത്ത് നിരത്തിയ പൈപ്പുകൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. പല പൈപ്പുകളുടെയും അഗ്രം റോഡിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. പൈപ്പ് സ്ഥാപിക്കൽ 1 മാസത്തോളമായി നിലച്ച മട്ടാണ്. അലനല്ലൂർ പഞ്ചായത്തിലേക്ക് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി പാതയുടെ ഇടതുവശത്ത് നിരത്തിയ ഭീമൻ പൈപ്പുകളാണ് വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നത്. കോട്ടപ്പാടം പഞ്ചായത്തിലേക്കുള്ള പൈപ്പിടൽ കഴിയുന്ന മുറയ്ക്ക് അലനല്ലൂർ പഞ്ചായത്തിലേക്കുള്ള പ്രവൃത്തികളും ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രവൃത്തി അനന്തമായി നീളുകയാണ്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുമതി വൈകുന്നതാണ് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. മിക്ക പൈപ്പുകളുടെയും അറ്റം റോഡിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. ദേശീയപാതയെയും സംസ്ഥാനപാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡായതിനാൽ രാവും പകലും നിരവധി വാഹനങ്ങൾ ഈ വഴിയെ ആശ്രയിക്കുന്നുണ്ട്. എതിരെ വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ 3 മാസം മുന്നേ കാർ പൈപ്പിലേക്ക് ഇടിച്ചു കയറിയിരുന്നു. തലനാരിഴയ്ക്കാണ് അന്ന് വലിയ അപകടം ഒഴിവായത്. വലിയൊരു വാഹനം എതിരെ വന്നാൽ ഇരുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ നിലവിൽ പ്രയാസമാണ്. വേനൽമഴ ശക്തമായതോടെ പൈപ്പ് സ്ഥാപിച്ച ഇടങ്ങളിൽ വാഹനങ്ങളുടെ ചക്രങ്ങൾ താഴ്ന്നു പോകുന്നതും പതിവാണ്. ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ചേർന്ന് ലഹരിക്കെതിരെ പൊതുജന സംഗമം നടത്തി. ചുനങ്ങാട് വെച്ച് നടന്ന പരിപാടി ASP അച്യുത് അശോക് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായാണ് ലഹരിക്കെതിരെ പൊതുജന സംഗമം സംഘടിപ്പിച്ചത്. ചുനങ്ങാട് വെച്ച് നടന്ന പരിപാടി ASP അച്യുത് അശോക് IPS ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അത് ഒരു കുടുംബത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ ഉള്ളിൽ മാത്രം മറച്ചു വെക്കാതെ അതിൻ്റേതായിട്ടുള്ള പ്രതിനിധികൾ കാണാനായിട്ട് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ തേടുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലായ കാര്യം. അത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡീഅഡിക്ഷൻ കൗൺസിലിംഗ് അതുപോലത്തെ സംവിധാനങ്ങളെയൊക്കെ നമ്മുടെ വീട്ടിൽ അറിയാൻ അല്ലെങ്കിൽ കുടുംബത്തിലെ കുട്ടി ഇങ്ങനത്തെ രാസക്തി ഉപയോഗിക്കുന്നുണ്ട് അറിയാമെങ്കിൽ അതിന് പുറത്തറിഞ്ഞാൽ കൂടുതൽ കുടുംബത്തിന് നാണക്കേടാവും അല്ലെങ്കിൽ പോലീസ് കേസാവും. അങ്ങനത്തെ രീതിയിലൊക്കെ വിചാരിച്ച് അതിനെ മറച്ചു വെക്കാനും അല്ലെങ്കിൽ അത് തന്നെത്താൻ നേരെയായിക്കോളും എന്ന് വിചാരിച്ച് വെക്കുമ്പോഴത്തേക്ക് ആ പ്രശ്നം പിന്നീട് രൂക്ഷമായി പിന്നീട് മാറുന്നത്. അതിനെ ചെറുപ്പം നിർത്താനായിട്ട് ശരിക്കും ജനങ്ങളുടെ നീതിയെ കിട്ടാനുള്ള കുടുംബത്തിനുള്ളിൽ നിന്നുള്ള ഒരു മാറ്റം തന്നെയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു നിയമ സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സ്പെഷ്യൽ ബ്രാഞ്ച് SI നജീബ് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തു. എന്റെ മതം ഉപയോഗിച്ചല്ല, എന്റെ വീട്ടിലെ സെൻട്രൽ പണിക്ക് വന്ന ബംഗാളി വന്നിട്ടാണ് സമാധാനിക്കുക. ഇന്ന് രാവിലെ ഞാൻ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പലരും വണ്ടി ഓടിച്ച് ഈ വേദിയിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? ആരെങ്കിലും എന്റെ വണ്ടി ആക്സിഡന്റ് ആവും ചിന്തിച്ചിട്ടുണ്ടോ? ആരും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഇത് കണക്കെ തന്നെയാണ്. എന്റെ മോൻ, എന്റെ മകൾ, ആദ്യം ഞാൻ മോഹൻ പറഞ്ഞത് ഇപ്പൊ മകൾ, എന്റെ മകൾ ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽ പെടില്ല എന്ന ഒരു മൂട വിഡിത്തത്തിന്റെ മൂടാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മളെല്ലാവരും ഇരിക്കുന്നതില്ല. എന്റെ കുട്ടി ചെയ്യില്ല. കാരണം എന്താ പറയുക, ഏതെങ്കിലും ഒരു കേസിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ അവിടെ വന്ന് പറയുന്ന അച്ഛനും അമ്മയും അമ്മാനും പറയുന്നത് അവന് വേണ്ടതെല്ലാം യഥാസമയം ഞങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ സാർ. പിന്നെ അതാണ് അവന് വേണ്ടതും വേണ്ടാത്തതും അവൻ ആവശ്യപ്പെട്ടതും അവൻ ആവശ്യപ്പെടാത്തതും വേണ്ട സമയത്തും വേണ്ടാത്ത സമയത്തും വാരി കോരി കൊടുത്തപ്പോൾ എവിടേക്കോ അവനിൽ മാറ്റങ്ങളുണ്ടായി. നല്ല രക്ഷിതാവ് എങ്ങനെയായിരിക്കണം എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ഇന്ദിര ഗംഗാധരൻ ക്ലാസ് എടുത്തു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സ്മിത,
അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MM ബിന്ദു, AI സീനത്ത്, P മുഹമ്മദ് കാസിം, KPOA ജില്ലാ കമ്മിറ്റി അംഗവും സ്പെഷ്യൽ ബ്രാഞ്ച് SIയുമായ KK കൃഷ്ണൻ, നേർവഴി കമ്മിറ്റി കൺവീനർ TP പ്രദീപ്കുമാർ, ട്രാഫിക് SI വിനോദ് B നായർ, T കബീർ, P കൃഷ്ണദാസ് എന്നിവരും സംസാരിച്ചു. തച്ചനാട്ടുകാരിൽ നിന്നും ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്താൻ പഞ്ചായത്തിന്റെ പ്രത്യേക ഫുട്ബോൾ പരിശീലനം. LP വിഭാഗം കുട്ടികൾക്കാണ് ഫുട്ബോളിൽ പ്രൊഫഷണൽ ട്രെയിനിംഗ് നൽകുന്നത്. ഇതിനായി 1 ലക്ഷം രൂപ പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിലെ LP വിഭാഗം കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത 36 പേർക്കാണ് പരിശീലനം നൽകുന്നത്. മുൻ ഫുട്ബോൾ കളിക്കാരനും നിലവിൽ റഫറിയുമായ നാട്ടുകൽ സ്വദേശി P കുഞ്ഞലവി മാഷാണ് പരിശീലകൻ. എല്ലാവർക്കും ജേഴ്സിയും മറ്റു വസ്തുക്കളും നൽകിയിട്ടുണ്ട്. ഉപകരണങ്ങൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭിക്കുന്ന ചിട്ടയായ പരിശീലനമാണ് നൽകുന്നത്. ലോകമറിയപ്പെടുന്ന തലത്തിൽ കളിമികവുള്ള കുട്ടികൾ കൂട്ടത്തിലുണ്ടെന്ന് P കുഞ്ഞലവി മാഷ് പറഞ്ഞു. ചിട്ടയായ പരിശീലനം തുടർന്ന് അവരെ മികച്ച ഒരു ഫുട്ബോളറാക്കാൻ വ്യക്തിപരമായ സഹായവും അദ്ദേഹം മാതാപിതാക്കൾക്ക് ഉറപ്പു നൽകി. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ മുഴുവൻ എക്യുപ്മെൻറ്റ്സും വെച്ചാണ്, എല്ലാ എക്യുപ്മെൻറ്റ്സും വെച്ച് വളരെ സിസ്റ്റമാറ്റിക്കായ ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ സ്ഥിരമായി കുട്ടികൾ വരുന്നപ്പോൾ ഈ റയ്യാനൊക്കെ നല്ല മികച്ച ടാലൻ്റ് ഉള്ള കുട്ടിയാണ്. ഇതിൽ എല്ലാ കുട്ടികളും അവരുടെ പ്രായത്തിനേക്കാളധികം ഫുട്ബോളിൽ താല്പര്യമുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിൻ്റെ സപ്പോർട്ടോടുകൂടെ, ഈ പഞ്ചായത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് തന്നെ ഈ ക്യാമ്പ് തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടുകൽ അണ്ണാൻതൊടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ അവധി ദിവസങ്ങളിൽ 2 മണിക്കൂറാണ് പരിശീലനം നൽകുന്നത്. അനായാസം പന്ത് കൈകാര്യം ചെയ്യാൻ 36 പേർക്കും ഫുട്ബോൾ നൽകിയിട്ടുണ്ട്. നാടറിയുന്ന ഫുട്ബോൾ കളിക്കാരനാകുമെന്ന ഉറപ്പ് ഓരോ കുട്ടികളിലും ജനിപ്പിക്കാൻ കുഞ്ഞലവി മാഷിന് കഴിഞ്ഞിട്ടുണ്ട്. 2 മാസമായി തുറത്തിച്ച് ജേഴ്സി ഉണ്ട്, ബാളുണ്ട്, എല്ലാവർക്കും ബാളും ജേഴ്സിയൊക്കെ തന്നിക്കണു. എനിക്ക് സ്കൂൾ ടീമിൽ കളിക്കാൻ പ്രാക്ടീസ് കിട്ടണേ. നല്ല ക്യാമ്പാണിത്. പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 1 ലക്ഷം രൂപ ഇതിനായി നീക്കിവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷവും പരിശീലനം നൽകിയിരുന്നു. വേനൽ അവധിക്ക് ശേഷവും പരിശീലനം തുടരുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷൻ KPM സലീം അറിയിച്ചു. ഒരു ഇടവേള കൂടി. വിടുവാർത്തകളിലേക്ക്. അമ്പലപ്പാറ കടമ്പൂർ യുവരശ്മി ക്ലബിന്റെയും വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു. കടമ്പൂർ ഡെവിൾസ് ലീഗിൽ ജേതാക്കളായി. ഒറ്റപ്പാലം മന്നം മെമ്മോറിയൽ സ്കൂൾ മൈതാനിയിൽ വെച്ചാണ് ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചത്. വാശിയേറിയ മത്സരത്തിൽ കടമ്പൂർ ഡെവിൾസ് വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കി. ലയൺസ് അമ്പലപ്പാറ 2ാം സ്ഥാനവും GCC അമ്പലപ്പാറ 3ാം സ്ഥാനവും നേടി. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി P ബിനോഷ് വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. സംസ്ഥാന കേരളോത്സവം ക്രിക്കറ്റ് ചാമ്പ്യൻസ് ടീമിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് കടമ്പൂരിൽ നിന്നും പങ്കെടുത്ത T വിവേകിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. ഒറ്റപ്പാലം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖവെള്ളി ആചരിച്ചു. പ്രഭാത നമസ്കാരത്തോടെ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ആരംഭമായി. തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം നടന്നു. 2 മണിയോടെ യേശുവിന്റെ ഖബറടക്ക ശുശ്രൂഷകൾ ആരംഭിച്ചു. പള്ളിക്കുള്ളിൽ നടന്ന സീബ്ല പ്രദക്ഷിണത്തിനും മറ്റ് ചടങ്ങുകൾക്കും ശേഷം 3 മണിയോടെ ചടങ്ങുകൾ സമാപിച്ചു. ശുശ്രൂഷകൾക്ക് ഫാദർ തോമസ് ജോൺ തടത്തിലും മറ്റ് ക്രമീകരണങ്ങൾക്ക് ട്രസ്റ്റി ജീൻസ് P താണിക്കൽ, സെക്രട്ടറി മനോജ് സ്റ്റീഫൻ എന്നിവരും നേതൃത്വം നൽകി. ദുഃഖവെള്ളി ദിനത്തിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടന്ന പീഡാനുഭവ സ്മരണയാത്ര കരിമ്പുഴ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ദേവാലയത്തിലെത്തി. തുടർന്ന് നടന്ന സമാപന പ്രാർത്ഥനകൾക്ക് ഇടവക വികാരി ഫാദർ ഷെർജോ മലേക്കുടിയിൽ നേതൃത്വം നൽകി. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺപാകണമേ.
നവീകരണം പൂർത്തീകരിച്ച കുറുവട്ടൂർ ബദരിയ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിച്ചു. കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ നെല്ലായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മസ്ജിദ് അങ്കണത്തിൽ നടന്ന ദുആ സമ്മേളനം ഇമ്പിച്ചിക്കോയ തങ്ങൾ ലക്കിടി ഉദ്ഘാടനം ചെയ്തു. സാക്കിർ ദാരിമി വളക്കൈ മുഖ്യപ്രഭാഷണം നടത്തി. ഹുസൈൻ അൻവരി ചങ്ങലീരി, സിദ്ദീഖ് റഹീമി, ഹംസ അൻവരി, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, സലാഹുദ്ദീൻ ഫൈസി, സുനീർ മുസ്ലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരു വർഷം കൂടി കഴിയുമ്പോൾ ഇന്ത്യയിൽ ഒരു മാലിന്യക്കൂന പോലും ഇല്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി എം.പി. രാജേഷ്. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണ മാലിന്യ സംസ്കരണശാല ആധുനികവൽക്കരിച്ചത് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ ഉദ്ഘാടനത്തിന് മുന്നേ പനമണ്ണ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് അഴിമതി ആരോപണം ഉന്നയിച്ച് BJP മാർച്ച്. കോടികളുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് നേതാക്കൾ. മണ്ണാർക്കാട് പൂക്കൂത്ത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട വിവാദം. അധികം വിരിച്ച കട്ടകൾ എടുത്തുമാറ്റാൻ ആരെയും അനുവദിക്കില്ലെന്ന് CPM ലോക്കൽ കമ്മിറ്റി. നഗരസഭാ ചെയർമാൻ വ്യക്തിവിരോധം ഉപേക്ഷിച്ച് റോഡ് വികസനം പൂർത്തിയാക്കണമെന്ന് നേതാക്കൾ. കലയും സാഹിത്യവും ലഹരിയാക്കി മാറ്റാൻ സമൂഹത്തിന് കഴിയണമെന്ന് എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ. മനുഷ്യവംശത്തെ മാനവികമായി മുന്നോട്ട് നയിക്കാൻ സർഗലഹരിക്ക് മാത്രമേ കഴിയൂ എന്നും ലീലാകൃഷ്ണൻ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും കുരിശിന്റെ വഴിയും നടന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.